ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ എപ്പോഴും നാണം കെടാൻ മാത്രമേ അറിയൂ എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുമാത്രമല്ല, ഒരാളും വലിയ ബഹുമാനത്തോടെ പാകിസ്ഥാനെ മൈൻഡ് പോലും ചെയ്യാറില്ല. ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നടന്നാൽ പോലും, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിമാരുടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടന്നാൽ പോലും ആരും ഷഹബാസ് ഷെരീഫിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ലോകരാജ്യങ്ങളും പാകിസ്ഥാനോട് വലിയ താല്പര്യം അല്ലെങ്കിൽ സൗഹൃദം വച്ചു പുലർത്താൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാ ലോകരാജ്യവും പാകിസ്ഥാനെ 2 പടി അകലെയാണ് നിർത്തിയിരിക്കുന്നത്. അതായത് എവിടെ ചെന്നാലും ഇവർക്ക് ഒരു വിലയും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, 4 ആളുകളുടെ മുന്നിൽ ഇവർ നാണം കെട്ട് നാറുന്ന ഒരു കാഴ്ചയാണ് പാകിസ്ഥാൻ എപ്പോഴും ഉള്ളത്. നിലവിൽ പാകിസ്ഥാൻ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ മന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നു, പാകിസ്ഥാൻ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ ഭിക്ഷാടനം എടുക്കുന്നുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് താരിഖ് ഫാത്തിമ തന്നെ തുറന്നു പറയുകയാണ്. കാരണം എന്താണെന്നാൽ അറിയാമോ, പാകിസ്ഥാനിൽ ഇപ്പോൾ കൊടും പട്ടിണിയാണ്. അവിടെ ഒരു കിലോ അരി വാങ്ങണമെങ്കിൽ പോലും 1000 രൂപ 2000 രൂപയ്ക്ക് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹജ്ജൊക്കെ വരുന്ന സമയത്ത് ഈ പാകിസ്ഥാനിലെ അവിടുത്തെ ആളുകൾ തന്നെ ഈ വിമാനം കയറി നേരെ വിദേശ രാജ്യങ്ങളിൽ പോയി ഭിക്ഷ എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സൗദി അറേബ്യയിൽ ഭിക്ഷാടനം നടത്തിയതിനിടെ 5500-ലധികം പാകിസ്ഥാനികളെയാണ് പോലീസ് പിടികൂടിയത്. ഇത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് താരിഖ് ഫാത്തിമ. അത് ആ വിദേശകാര്യ സഹമന്ത്രി പാർലമെന്റിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് വീണ്ടും തിരിച്ചടിയാകുകയാണ് ഈ വെളിപ്പെടുത്തൽ. പാർലമെന്റിൽ അവതരിപ്പിച്ച ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 16 മാസത്തിനിടെ സൗദി അറേബ്യയിൽ നിന്ന് 5033 പാകിസ്ഥാനികളെ ഭിക്ഷാടനം നടത്തിയതിന്റെ പേരിൽ നാട് കടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് 5 രാജ്യങ്ങളിലായി 369 പേരെയും സമാന കുറ്റത്തിന് പിടികൂടിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആകെ എണ്ണം 5400-ലേറെ പേരെയാണ് നാട് കടത്തിയത്. ഉംറ, സന്ദർശക വിസകൾ എന്നിവ ഉപയോഗിച്ച് രാജ്യത്ത് എത്തി സംഘടിത രീതിയിൽ ഭിക്ഷാടനം നടത്തുന്നതിനെതിരെ നേരത്തെയും സൗദി അറേബ്യ പാകിസ്ഥാന് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേരെ പാക് വിമാനത്താവളങ്ങളിൽ തടഞ്ഞ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭിക്ഷാടന മാഫിയ വിദേശ രാജ്യങ്ങളിലെ ജയിൽ സംവിധാനങ്ങൾക്ക് പോലും അധിക ഭാരം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മുമ്പ് പാക് പാർലമെന്റിൽ സമിതികളിലും ഒരു വലിയൊരു ചർച്ചയായതാണ്. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചതോടെ പാക് പൗരന്മാർക്ക് പല രാജ്യങ്ങളും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഭിക്ഷാടനം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പാക് സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും ഇന്ത്യയെ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ ഓരോ വിദേശ രാജ്യങ്ങളിലും പോയി പറഞ്ഞപ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിച്ചത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്, ഇന്ത്യ അല്ലേ നിങ്ങളെ ആക്രമിച്ചത്, തെളിവുകൾ പറയുന്നത് മറ്റൊന്നല്ലേ എന്ന് മറ്റ് വിദേശ രാജ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിച്ചപ്പോഴും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ അവിടെയും നാണം കെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനിയും പാകിസ്ഥാൻ ഇങ്ങനെ നാണം കെടാനായി പാകിസ്ഥാന്റെ ജീവിതം ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്.